കാടി വെച്ചതുകൊണ്ട് ലോങ് ഗ്യാപ്പിന് ശേഷമല്ലേ ഇപ്പോൾ എത്രത്തോളം തുടങ്ങട്ടെ. അതെ, പടം കഴിഞ്ഞിട്ട് നന്നായി ചെയ്യാൻ പറ്റത്തില്ല. എന്ത് ജോണറാണ് ഈ സിനിമ? ഫാമിലി ഫീൽ. അറിയിക്കോ? അല്ല, എൻ്റെ വീട് പുല്ല് കഴിച്ചിട്ട് ഇപ്പോൾ അതിനുശേഷം കാണാൻ പറ്റിയല്ലോ. നന്നായി ചെയ്യാൻ പറ്റില്ല. ഒന്നുമില്ലാതെ ഗോകുലം പ്രൊഡക്ഷൻസ് ചെയ്യില്ല അല്ലേ? ആ ഒരു പ്രതീക്ഷയും ഉണ്ട് ആൾക്കാർക്ക്. ഇത് ലൈക്ക് ഫാമിലി പോലെയാണ്. സോ എപ്പോഴും എൻ്റെ ചെറുപ്പം തൊട്ടേ നമ്മുടെ ഫാമിലിക്ക് അത്രയും സപ്പോർട്ട് അവർ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. സോ ഐ എം വെരി ഹാപ്പി ടു ബി അസോസിയേറ്റഡ്. ചെയ്യല്ലേ എടാ. എന്നാൽ പിന്നെ ഒരു മലയാള സിനിമ മോനും ഞാനും കൂടി ചെയ്തേക്കാം അങ്ങനെ ചെയ്ത സിനിമയൊന്നുമല്ല. ഇത് ജൂബിൻ്റെ മനസ്സിൽ ഈ കഥ 4-5 വർഷമായിട്ട് നമുക്ക് കൊണ്ടുനടക്കുന്ന കഥയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് യാദൃശ്യമായിട്ട് 2018 കഴിഞ്ഞ് അതിൻ്റെ ഒരു വിജയാഘോഷം കഴിഞ്ഞ് ദുബായിൽ നിന്നും ജൂബി വരുന്ന വഴിക്ക് ഞങ്ങൾ ഒരുമിച്ച് ഫ്ലൈറ്റിലുണ്ടായിരുന്നു. ജൂബി വെച്ച് എൻ്റെ അടുത്തൊരു സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹം ഇങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും ചെയ്ത് കഴിഞ്ഞു. ആ യാത്രാമൊക്കെയാണ് കഥ പറയുന്നത്. ഭയങ്കര ഒരു സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. നമ്മൾ രണ്ടുപേരും ചെയ്താൽ നന്നായിരുന്നു. ജൂഡിന് 100% വിശ്വാസമുള്ളതാണ് ഇങ്ങനെ പ്രോജക്റ്റിലേക്ക് വന്നത്. ഇതിൻ്റെ ഔട്ട്കം എങ്ങനെയായിരിക്കും, എങ്ങനെ വരും, കരയിപ്പിക്കുകയോ ചിരിപ്പിക്കുകയോ അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. സിനിമ വഴി അതറിയുന്നതാണ്. അറിയിപ്പിക്കായിരുന്നു. അദ്ദേഹമാണ് ഇതിൻ്റെ സ്ഥാപകൻ. പാർക്കിലേക്ക് എല്ലാവർക്കും അച്ഛനും കാളിയും ഒന്നിച്ച് ഒരുപാട് നാളുകൾക്ക് ശേഷം പണ്ടൊക്കെ നമ്മൾ അച്ഛന്മാരും ചെറുപ്പത്തിലുള്ളൊരു ഇത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വലുതാകുമ്പോൾ ഏത് രീതിയിലായിരിക്കും സിനിമ അവർ തമ്മിൽ അങ്ങനെ ആക്ട് ചെയ്യേണ്ടി വരില്ല. നാച്ചുറലി വീട്ടിലും അങ്ങനെ തന്നെയാണ്. ഒരു വെരി നല്ല കോമ്പിനേഷൻ അവർ രണ്ടുപേരും. ഐ തിങ്ക് സെയിം ആ 25 years മുമ്പ് കണ്ട സെയിം ഫീൽ ഉണ്ടാവും. ആ കാര്യത്തിൽ ഷുവറാണ്. കാളിക്ക് ആ സമയത്തൊരു കേരള അവാർഡൊക്കെ നമുക്ക് കിട്ടിയത്. അപ്പോൾ ആക്ടിങ് കാലിബറുള്ളൊരു ആളാണ് കാളി. അപ്പം അച്ഛൻ്റെ എന്തൊക്കെ കഴിവ് കാളിക്ക് അഭിനയിക്കുന്നു? രണ്ടുപേരും എൻറ്റയർലി ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ്. കണ്ണൻ്റെ എൻറ്റയർലി വേറെ റൂട്ടാണ്, അപ്പയുടെ വേറൊരു അപ്രോച്ചാണ്. പക്ഷേ രണ്ടുപേരുടെയും യുണീക്നെസ്സാണ് അവിടുത്തെ. ഐ തിങ്ക് ദാറ്റ്സ് വാട്ട് സ്പെഷ്യൽ. അത് ഒരുമിച്ച് രണ്ടുപേരുടെ യുണീക്ക് പേഴ്സണാലിറ്റീസ് ഒരുമിച്ച് വരുന്നതിൻ്റെയാണ് അത് മാജിക്ക് കാണുന്നത്.
അതിപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ മമ്മൂക്കൊക്കെ ഒരു കഴിഞ്ഞിട്ട് ചെയ്യുന്നൊരു സിനിമയാണ് ഞാൻ മലയാളത്തിൽ. കണ്ണനും അങ്ങനെ തന്നെയായിരിക്കും. ഇത് ഇങ്ങനെ ഒരു സിനിമ ചെയ്യണമെന്ന് അങ്ങനെ പ്ലാൻ ചെയ്തതല്ല. ജൂഡ് ഇങ്ങനത്തെ ഒരു കഥ ഒരു 4-5 വർഷമായിട്ട് ജൂഡ് ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് എൻ്റെ അടുത്ത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്. അത് പ്രാവർത്തികമായതിലുള്ള സന്തോഷം. ഔട്ട്കം നന്നായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഏത് ജേണലിൽ വെട്ടപ്പെടാണെന്ന് അയ്യോ, അത് ഞാൻ പറയാൻ പാടില്ല. അത് ഡയറക്ടറാണ് പറയേണ്ടത്. ഓക്കെ, താങ്ക് യു. ഒരാഴ്ച കൂടെ അത് കഴിഞ്ഞ് വിളിച്ചു. ചക്കിടുന്ന സിനിമ നമുക്ക് കാണാൻ പറ്റുമോ? ഞാൻ സിനിമയിൽ ഉണ്ടാവില്ല. ഞാൻ ആക്ടിങ് ഇല്ല, ബട്ട് എന്നും സപ്പോർട്ടും സൈഡ് ചിയർ ലീഡറായിട്ട് എന്നും ഉണ്ട്. സെറ്റിൽഡ്. ഹസ്ബൻഡിൻ്റെ കൂടെ അവിടെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഈ വ്ളോഗ് എത്രത്തോളം സ്പെഷ്യലാണ്? ഇത് ഞാൻ ആകെ 10 സെക്കൻഡിനോട് എടുത്തിട്ടുള്ളൂ. ഞാൻ നമ്മുടെ ഡെയിലി ലൈഫിൽ പലരും കാണിച്ചു പോകുമ്പോൾ കാണിച്ചു. അതെ അതെ, മകൾ അഭിനയിക്കാൻ പോകുന്നത് ജയറാമേൻ്റെ ഒപ്പമാണ്. ആ ഒരു ഇതെങ്കിലും സന്തോഷം. കാളിദാസിന്റെ പേരായിട്ടാണ് സന്തോഷം. നിങ്ങളുടെ പെങ്ങന്മാർ തമ്മിൽ സൗന്ദര്യത്തിന് അടി കൂടാറുണ്ട്? ഇല്ല, സൗന്ദര്യത്തിന് എങ്ങനെ അടി കൂടുന്നത്? അല്ല, എനിക്കാണ് സൗന്ദര്യം. അങ്ങനെയൊന്നുമില്ല. ആളുകൾ പുറത്ത് നമ്മുടെ ഫാൻസ് നിങ്ങൾ പലതും പറയുമല്ലോ, അത് നല്ലതാണെങ്കിൽ നമ്മൾ വായിച്ചു പോകും, മോശമുള്ള വായിച്ചു പോകും. അങ്ങനെ അതൊന്നും അത്ര സീരിയസ് ആയിട്ട് എടുക്കാറില്ല. എനിക്കോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല കേട്ടോ. എനിക്കാണ് ഫാൻ ബേസ് കുറവെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. വരുന്നുണ്ടെങ്കിൽ സന്തോഷം. ഞാനാണെന്ന് തോന്നുന്നു. ഞാൻ പൊതുവെ 4 പേരിൽ ലെസ് ആക്റ്റീവ് ഞാനാണ് സോഷ്യൽ മീഡിയയിൽ. ഞാൻ അത്ര കമന്റ്സ് ഒന്നും അങ്ങനെ വായിക്കാറില്ല. ബട്ട് നല്ല കമന്റ്സ് വരുന്നുണ്ടെങ്കിൽ സോ ഹാപ്പി. താങ്ക് യു. കുറച്ച് ഓഫേഴ്സ് വന്നായിരുന്നു, പക്ഷെ ഞാൻ ആ സമയം കോളേജിലും പഠിക്കുമായിരുന്നു. പിന്നെ ആ മൂവി കഴിഞ്ഞിട്ട് ഞാൻ കോളേജൊക്കെ ഒന്ന് തീരാൻ വേണ്ടി വിളിക്കുമായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച പോലത്തെ ഒരു നല്ല ഓഫർ വന്നില്ല, അതുകൊണ്ട് എടുത്തില്ല. പിന്നെ ഇപ്പോൾ ഫൈനലി ഒരു നല്ല ഓഫർ വന്നപ്പോൾ പിന്നെ എന്തെങ്കിലും ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ട് ഐ വാസ് വെയിറ്റിംഗ് ഫോർ എ ഗുഡ് ഓപ്പർച്യൂണിറ്റി. അങ്ങനെ വന്നപ്പോൾ ആണ് ഈ മൂവി ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, താങ്ക് യു. സിനിമയിൽ വരാനാണെങ്കിൽ എപ്പോഴെങ്കിലും വരും, എനിക്കറിയത്തില്ല. കോളേജൊക്കെ ഒന്ന് കഴിയട്ടെ. ഇടയ്ക്കിടയ്ക്ക് ആക്ച്വലി മത്സരത്തിൽ വരാറുണ്ട്. പക്ഷെ നമുക്കങ്ങനെ ഭയങ്കര വാവ് തോന്നുന്നത് ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് വെയിറ്റ് ചെയ്യും. ആണെന്ന് ഞങ്ങളുടെ വീട്ടിൽ എല്ലാ കുട്ടികൾക്കും അവർ നാച്ചുറലായിട്ട് ഈ കലയോടാണല്ലോ അവർക്ക് താല്പര്യവും. ബിക്കോസ് അവർ ജനിച്ച അന്നോട്ട് കൃഷ്ണകുമാർ നടനായതുകൊണ്ട് എന്നും കാണുന്നതും കേൾക്കുന്നതും സിനിമയും സിനിമാ കാര്യങ്ങളും അല്ലേ. ഇത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്താണ് നമ്മുടെ ഫ്യൂച്ചർ ഒന്നും പറയാൻ പറ്റില്ല. നല്ലത് വന്നാൽ മനസ്സിലാക്കുകയും ചെയ്യും. ഞാൻ ചെയ്യണോ? ഒരുപാട് ഫാൻസ് ഉള്ളതല്ലേ? ആണോ? അറിയൂടാ, അറിയത്തില്ല. ഞാൻ ആലോചിച്ചിട്ടില്ല അതിനെക്കുറിച്ച്. ചിലപ്പോ ഇത് കാണുന്ന ഏതെങ്കിലും ഡയറക്ടർ ഇങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുള്ള പറയുമ്പോൾ ഓഫറായിട്ട് വന്നാലോ? നോക്കാം.
Okay, see you, bye. അച്ഛനെന്ത് അച്ഛൻ Okay, thank you. ത്രൂ ഔട്ട് ക്യാരക്ടറാണോ? കാളിദാസിന്റെ ഒരു സുഹൃത്തൊക്കെ ആയിട്ടായിരിക്കണം എന്ന് തോന്നുന്നുണ്ട്. എങ്ങനെ കോമഡി ജോണറിലാണോ വരുന്നത് അതോ വൈകിപ്പോയാ എങ്ങനെ വരാൻ വൈകിപ്പോയാ? ഇല്ല, ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ കാണാഞ്ഞിട്ടാണ്. എപ്പത്തി ഏകദേശം ഒരു 9:55 ആയപ്പോൾ. ഇതിൽ ഏത് ക്യാരക്ടർ ചെയ്യുന്നത്? അതൊക്കെ ജയറാമേട്ടൻ്റെ കൂടെയുള്ള ക്യാരക്ടറല്ലേ? എങ്ങനെയുടെ ഹാപ്പിനെസ്? വലിയൊരു നടൻ്റെ കൂടെ അല്ലേ? അതെ, കൊച്ചിലോട്ട് നമ്മൾ കണ്ടു വളർന്ന ആളോട് അഭിനയിക്കാൻ വല്ല മകനുണ്ടല്ലോ കൂടെ. അതിൻ്റെ ഹാപ്പിനെസ് എത്രത്തോളം? നല്ല ഹാപ്പിനെസ് ഉണ്ട്. ഉപദേശം കൊടുത്തിരുന്നു വലിയ ആൾക്കാരോടൊക്കെ അഭിനയിക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ആ മറ്റേ മേനെ പേരക്കില്ല അല്ല, മഹാരാജ് ഹോസ്റ്റൽ അതിന്റെ വർക്ക് നടക്കുന്നേ ഉള്ളൂ. പ്രീ പ്രൊഡക്ഷൻ അല്ല, പോസ്റ്റ് പ്രൊഡക്ഷൻ. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1,00,000 രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസോണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.